പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ബൂട്ടബിൾ പെൻഡ്രൈവ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പം നിങ്ങൾക്ക് വിൻഡോസിൻ്റെ ബൂട്ടബിൾ പെൻഡ്രൈവ് ആണെങ്കിൽ ഞാനിപ്പം കാണിക്കുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് വിൻഡോസിൻ്റെ ബൂട്ടബിൾ പെൻഡ്രൈവ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഉബുണ്ടു ആണെങ്കിൽ ഇപ്പം ഉബുണ്ടുവിൻ്റെ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഉബുണ്ടുവിൻ്റെ ബൂട്ടബിൾ പെൻഡ്രൈവ് ഉണ്ടാക്കാം. അപ്പം പെൻഡ്രൈവ് നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള പെൻഡ്രൈവ് വേണം. അതേപോലെ തന്നെ നമുക്കൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ ഇപ്പം വിൻഡോസിൻ്റെ ആണെങ്കിൽ ISO ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഉബുണ്ടുവിൻ്റെ ആണെങ്കിൽ ഉബുണ്ടുവിൻ്റെ ഒരു ISO ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. നമുക്കിവിടെ എങ്ങനെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് റൂഫസ് ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, റൂഫസ് ഡൗൺലോഡ്. ഓക്കെ, എന്നിട്ട് റൂഫസ് ഡൗൺലോഡ് എന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലിങ്ക് വരും. റൂഫസിൻ്റെ സൈറ്റ് ആണ്. ഓക്കെ, അപ്പം ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൂഫസിൻ്റെ സൈറ്റ് ഓപ്പൺ ആവും. അതിലേറ്റവും അടിയിലായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു റൂഫസിൻ്റെ പുതിയ വേർഷൻ. ഇവിടെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് 4.6 ആണ്. ഞാൻ 4.6 ക്ലിക്ക് ചെയ്തു. ഓക്കെ, ആഡ് ക്ലോസ് ചെയ്യുന്നു. സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആവുന്നുണ്ട്. ജസ്റ്റ് ഒരു 2 MBൻ്റെ അടുത്തൊക്കെ സോഫ്റ്റ്വെയർസ് ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വേറൊരു ടാബ് തുറക്കുക. എന്നിട്ട് ഇപ്പം ഞാനൊരു ഉബുണ്ടുവിൻ്റെ ബൂട്ടബിൾ പെൻഡ്രൈവ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പം ഉബുണ്ടു ഡൗൺലോഡ് ഉബുണ്ടു എന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഡൗൺലോഡ് ഉബുണ്ടു ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് കാണാം ഫസ്റ്റ്. അപ്പം അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ ഉബുണ്ടുവിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുന്നു. അവിടെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഉബുണ്ടുവിൻ്റെ 24.1 ആണ് ഉബുണ്ടുവിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം ഉബുണ്ടുവിൽ ഇപ്പം 5.8 GB നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഡൗൺലോഡ് എന്ന് കൊടുക്കുക. ഇവിടെ ഡൗൺലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ താങ്ക് യു ഫോർ ഡൗൺലോഡിംഗ് എന്നൊക്കെ എഴുതി കാണിക്കും. എന്നിട്ട് ഡൗൺലോഡ് ആയിട്ടില്ലെങ്കിൽ ഇവിടെ ഡൗൺലോഡ് നൗ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആവും. ഓക്കെ, ഏകദേശം 1 മണിക്കൂറാണ് സമയം പറയുന്നത്. ഞാനിവിടെ ഓൾറെഡി സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല ഇപ്പോൾ. ഓക്കെ, ഇതിന് ശേഷം എല്ലാ ടാബുകളും ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ റൂഫസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ആ സോഫ്റ്റ്വെയർ റൂഫസ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങൾ പെൻഡ്രൈവ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, പെൻഡ്രൈവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പെൻഡ്രൈവ് ഇവിടെ ഡിക്റ്റേറ്റ് ആവും. ഇവിടെ ഡിവൈസിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാം സാൻഡിസ്ക് അൾട്രാ, അതിൻ്റെ പെൻഡ്രൈവാണ് 28 GB. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട പെൻഡ്രൈവിൻ്റെ പേര് ഇവിടെ ഡിക്റ്റേറ്റ് ആവും. അതിനുശേഷം സെക്കൻഡ് ഓപ്ഷൻ ISO ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. ISO ഫയലിന് ഇതവിടെ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഉബുണ്ടുവിൻ്റെ ഫയൽ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒരു പഴയ ഉബുണ്ടു ആണ്, ഒരു 14 വേർഷനാണ്. ഓക്കെ, അപ്പം ഓപ്പൺ ചെയ്യുക. അപ്പം ഞാൻ ആ ഫയലിൽ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള സെറ്റപ്പ് അതേപോലെ തന്നെ വിടുക. ജസ്റ്റ് ഡീഫോൾട്ട് തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവർ ചോദിക്കുന്ന പെർമിഷനൊക്കെ ഓക്കെ കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങളെ പെൻഡ്രൈവിൽ എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ ആ ഡാറ്റ മുഴുവനായിട്ടും പോകുന്നതായിരിക്കും. നിങ്ങളെ പെൻഡ്രൈവിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയൽസ് ഉണ്ടെങ്കിൽ അത് ആദ്യം വേറെ എങ്ങോട്ടെങ്കിലും മാറ്റിയ ശേഷം മാത്രമേ ഈ പെൻഡ്രൈവ് യൂസ് ചെയ്യാൻ പാടിട്ടുള്ളൂ, ബൂട്ടബിൾ ആക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഫയൽ മൊത്തം കംപ്ലീറ്റ്ലി പോകും. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പെൻഡ്രൈവ് ആയിരിക്കണം അത്. അപ്പോൾ ബൂട്ടബിൾ പെൻഡ്രൈവിന് മറ്റ് ഫയലുകളൊന്നും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, അപ്പം ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പാർട്ടീഷൻ കാണാം. പാർട്ടീഷനൊക്കെ ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. ജസ്റ്റ് കോപ്പിങ് ഫയലാണ്. നമ്മൾ കൊടുത്ത ഫയൽ അവർ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാണ് സോഫ്റ്റ്വെയർ. നിങ്ങളെ സിസ്റ്റത്തിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് ഇതിൻ്റെ ടൈം ഡ്യൂറേഷനിൽ വ്യത്യാസം വരും. ഓക്കെ, ജസ്റ്റ് ഒരു 1.5 മിനിറ്റ് കൊണ്ട് എനിക്കിവിടെ റെഡി ആവുന്നുണ്ട് പെൻഡ്രൈവ്. ഓക്കെ, ഏകദേശം ഒരു 80% ആയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പം എൻ്റെ പെൻഡ്രൈവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ റെഡി എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളെ ബൂട്ടബിൾ പെൻഡ്രൈവ് തയ്യാറായിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഇവിടെ കയറിയാൽ കാണാം. ഓക്കെ, ഉബുണ്ടു 14 ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത വേർഷൻ ഉബുണ്ടുവിൻ്റെ. എൻ്റെ ബൂട്ടബിൾ പെൻഡ്രൈവാണിത്. ജസ്റ്റ് നിങ്ങൾ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ബൂട്ട് ചെയ്തിട്ട് പെൻഡ്രൈവ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പം വളരെ എളുപ്പത്തിൽ തന്നെ ബൂട്ടബിൾ പെൻഡ്രൈവ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നിൽക്കുകയാണെങ്കിൽ എൻ്റെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.